ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. 1001 രാത്രികളിലെ 19ാമത്തെ കഥയുടെ 3ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ നൂറുദ്ദീനും ഷംസുദ്ദീനും. മന്ത്രിപുത്രിയുടെ മണിയറയിലെത്തിയ ഹസന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയണ്ടേ? കേട്ടോളൂ. മണിയറയിൽ പ്രവേശിച്ച ആ പെൺകുട്ടി അതിസുന്ദരനായ ഹസനെ കണ്ട് അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണിത്? ആ കൂനന്റെ ഉച്ചിഷ്ടം ഭുജിക്കാനാണോ അങ്ങയുടെ ആഗ്രഹം? അതിന് ഹസൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, സുന്ദരി, നീ തെറ്റിദ്ധരിക്കരുത്. ഞാനാണ് നിന്നെ വരിച്ചത്. ഒരു നേരം പോക്കിന് വേണ്ടി അവൻ കൂടെ പോന്നതാണ്. കണ്ണ് തട്ടാതിരിക്കാൻ അവനെ 10 ദിനാറിന് അച്ഛൻ വാടകയ്ക്ക് എടുത്തിരുന്നു. ഇപ്പോൾ പുറത്തെ തൊഴുത്തിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങുകയാവും. അത് കേട്ട് മന്ത്രിപുത്രി പുഞ്ചിരിച്ചു. പിന്നെ അവർ അവരുടെ ആദ്യ രാത്രിയിലേക്ക് കടന്നു. പ്രണയ കേളികൾ കഴിഞ്ഞ് തളർന്നുറങ്ങുന്ന യുവമിഥുനങ്ങളുടെ സമീപം ഭൂതവും യക്ഷിയും വന്നു ചേർന്നു. ഭൂതം പറഞ്ഞു, നേരം പുലരുന്നതിനു മുമ്പ് ഇയാളെ ബസ്രയിലെ ശ്മശാനത്തിലെത്തിക്കണം. അരയ്ക്ക് കീഴെ നഗ്നനായ യുവാവിനെ ചുമലിലേറ്റി യക്ഷി പറന്നു. ഭൂതം പിന്നാലെയുണ്ടായിരുന്നു. യക്ഷിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ടാണോ കുറച്ചു മുമ്പ് കണ്ട രംഗം ഓർത്തിട്ടോ എന്തോ ഭൂതം വികാരാവേശത്തോടെ യക്ഷിയെ സമീപിച്ചു. പക്ഷേ യക്ഷിയും ഭൂതവും തമ്മിലുള്ള സംയോഗം ദൈവഹിതത്തിനെതിരായിരുന്നു. പെട്ടെന്ന് ഒരു ഇടിമിന്നൽ ഭൂതത്തിൻ്റെ മേൽ പതിച്ചു. ഭൂതം കരിഞ്ഞ് നിലം പതിച്ചു. യക്ഷി താഴോട്ടിറങ്ങി ഹസനെ നിലത്ത് കിടത്തിയിട്ട് മറഞ്ഞു കളഞ്ഞു. സിറിയയിലെ ദമാസ്കസ് നഗരമായിരുന്നു അത്. നഗരവാസികൾ രാവിലെ ഉറക്കമുണർന്നപ്പോൾ സുന്ദരനായ ഒരു യുവാവ് തെരുവിൽ നിലത്ത് കിടന്നുറങ്ങുന്നത് കണ്ട്. അയാൾ കുപ്പായം ധരിച്ചിരുന്നെങ്കിലും അരയ്ക്ക് താഴെ നഗ്നനായിരുന്നു. ഇയാൾ എവിടെ നിന്ന് വന്നു? കാലുറയില്ലാതെ കിടക്കാൻ കാരണമെന്ത്? ഒരുപക്ഷെ മദ്യശാലയിൽ നിന്ന് കണക്കിലധികം കുടിച്ചതിൻ്റെ ഫലമാകാം എന്നിങ്ങനെ പലതരം അഭ്യൂഹങ്ങൾ അവിടെ പരന്നു. അതിനിടെ ഹസൻ കണ്ണു തുറന്നു. താൻ ഒരു കാഴ്ച വസ്തുവായി തീർന്നതറിഞ്ഞ് അയാൾ ചോദിച്ചു, ഞാൻ എവിടെയാണ്? നിങ്ങൾ എന്താണ് ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? അപ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ ദമാസ്കസിലെ തെരുവിലാണ്. നിങ്ങളുടെ സൗന്ദര്യം കണ്ട് നോക്കി നിന്നു പോയതാണ്. എങ്കിലും ഇത് വേണ്ടായിരുന്നു. ഇന്നലെ രാത്രി എവിടെയായിരുന്നു ചങ്ങാതി? ഇന്നലെ രാത്രി ഞാൻ കെയ്റോയിലായിരുന്നു, ഹസൻ പറഞ്ഞു. ഇപ്പോൾ ദമാസ്കസിലാണെന്ന് നിങ്ങൾ പറയുന്നു. ഇത് കൊള്ളാമല്ലോ. അത് കേട്ട് കാണികൾ പൊട്ടിച്ചിരിച്ചു. കഞ്ചാവിൻ്റെ ലഹരി മാറിയിട്ടില്ല, ഒരാൾ അഭിപ്രായപ്പെട്ടു. ഭ്രാന്തനാണ്, വേറൊരു വഴിപോക്കൻ. കഷ്ടം, ഇത്ര ചെറുപ്പത്തിലെ വട്ടു പിടിച്ചല്ലോ. ഹസൻ ആണയിട്ടു, ഞാൻ കള്ളം പറയുന്നതല്ല. മിനിഞ്ഞാന്ന് ബസ്രയിലായിരുന്നു, ഇന്നലെ കെയ്റോയിലെത്തി. മതി മതി എൻ്റെ മോൻ, ഇനിയെങ്കിലും കറുപ്പ് തീറ്റി മതിയാക്കണം, ഒരു വൃദ്ധൻ ഉപദേശിച്ചു. ഹസൻ വീണ്ടും പറഞ്ഞു, ഇന്നലെ കെയ്റോയിൽ വെച്ച് എൻ്റെ വിവാഹമായിരുന്നു. അതൊരു നല്ല നേരം പോക്കായി കാണികൾ കരുതി. അവർ കൂക്കി വിളിച്ചു, ആരാണ് വധു? ഹൂറിയോ വൃഷാളിയോ? ഹൂറി തന്നെ. എൻ്റെ കാലുറ എവിടെ പോയി? പണസഞ്ചി എവിടെ? തലപ്പാവും കുപ്പായവും കാണുന്നില്ലല്ലോ. ഹസൻ ചാടി എഴുന്നേറ്റ് ചുറ്റും തിരഞ്ഞു. ഭ്രാന്തൻ, ഭ്രാന്തൻ എന്നാർത്ത് വിളിച്ച് കുട്ടികൾ പിന്നാലെ കൂടി. ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ ഹസൻ അടുത്തു കണ്ട ഒരു അപ്പക്കടയിൽ ഓടിക്കയറി അലമാരക്കടയിൽ ഒളിച്ചിരുന്നു. തടിമിടുക്കുള്ള ഒരാളായിരുന്നു കട ഉടമസ്ഥൻ ഹാജി അബ്ദുള്ള. അയാൾ കുട്ടികളെ വിരട്ടി ഓടിച്ചു. ഹസനെ കണ്ടപ്പോൾ അയാൾക്ക് സ്നേഹം തോന്നി. മോനെ, ഇക്കാലത്ത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ചുരുക്കം. ഏതായാലും ഇനി നീ പേടിക്കണ്ട, എനിക്ക് മക്കളില്ല. നീ എന്നെ നിന്റെ പിതാവായി കണക്കാക്കാമോ? എനിക്കുള്ളതെല്ലാം ഇഷ്ടദാനമായി ഞാൻ നിനക്ക് തരാം. അമ്മാവൻ്റെ ഇഷ്ടം പോലെ, ഹസൻ പറഞ്ഞു. അബ്ദുള്ള ഹസന് പുത്തൻ ഉടുപ്പുകൾ നൽകി അയാളെ ദത്തുപുത്രനാക്കി പ്രമാണമുണ്ടാക്കി. റൊട്ടിയുണ്ടാക്കുവാനും കച്ചവടം നടത്താനും അബ്ദുള്ളയെ സഹായിച്ചുകൊണ്ട് ഹസൻ അവിടെ താമസിച്ചു. ഹസൻ്റെ അമ്മ ബസ്രയിലെ നൂറുദ്ദീൻ്റെ ഭാര്യ ഒരു പാചക വിദഗ്ധയായിരുന്നു. അതുകൊണ്ട് തന്നെ പാചക കല ഹസൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അയാൾ ഉണ്ടാക്കിയ പലഹാരങ്ങൾക്ക് പ്രിയം വർദ്ധിച്ചു. അബ്ദുള്ളയുടെ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു. ഹസൻ ബദറുദ്ദീൻ്റെ കഥ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അയാളുടെ വധുവിൻ്റെ ഗതി എന്തായെന്ന് നമുക്ക് നോക്കാം. ആദ്യ രാത്രി ഹസൻ്റെ കരവലയത്തിൽ ഉറങ്ങിയ പെൺകുട്ടി
രാവിലെ ഉണർന്നപ്പോൾ ഭർത്താവിനെ കണ്ടില്ല. പ്രഭാത കൃത്യങ്ങൾക്ക് പുറത്തു പോയതാകാമെന്ന് അവൾ കരുതി. അപ്പോൾ അവളുടെ അച്ഛൻ ഷംസുദ്ദീൻ അമ്പരപ്പോടെ ഓടി വന്നു. രാജകോപത്തിൻ്റെ ഫലമായി ഒരു വികൃത സത്വത്തിനുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തൻ്റെ മകളെക്കുറിച്ച് അയാൾക്ക് വേവലാതിയായിരുന്നു. ആ നശിച്ചവനെ അവൾ ചവിട്ടി പുറത്താക്കിയെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വാതിലിൽ മുട്ടി. മകൾ വാതിൽ തുറന്നു. പെൺകുട്ടി കൂടുതൽ സുന്ദരിയായിരുന്നു. അവൾ ലജ്ജയോടെ പിതാവിനെ എതിരേറ്റു. നിന്റെ കെട്ടിയോൻ ആ കൂനൻ ഇവിടെ ഇല്ലേ? ഷംസുദ്ദീൻ അരിശത്തോടെ ചോദിച്ചു. അച്ഛൻ എന്ത് നേരം പോക്കാണ് കാണിച്ചത്? കൂനനാണ് എൻ്റെ ഭർത്താവെന്ന് എല്ലാവരോടും പറഞ്ഞു പറ്റിച്ചു. പക്ഷേ എൻ്റെ ഭർത്താവിനെ പോലൊരു സുന്ദരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഷംസുദ്ദീന് ദേഷ്യം വന്നു. ഇതെന്ത് കഥ? അപ്പോൾ ഇന്നലെ കൂനൻ ഇവിടെ ഇല്ലായിരുന്നോ? അച്ഛൻ പിന്നെയും കൂനൻ്റെ കാര്യം പറയുന്നു. അവൻ തുലഞ്ഞു പോകട്ടെ. എന്തായാലും കണ്ണു തട്ടാതിരിക്കാൻ കണ്ടുപിടിച്ച വഴി കൊള്ളാം. എന്നിട്ടവൾ തലേന്ന് രാത്രി നടന്ന കാര്യങ്ങൾ അച്ഛനെ വിവരിച്ചു കേൾപ്പിച്ചു. നിനക്ക് ഭ്രാന്താണോ? ഭർത്താവെന്ന് നീ വിളിക്കുന്നവൻ എന്നിട്ട് എവിടെ പോയി? കക്കൂസിൽ പോയി എന്ന് പെൺകുട്ടി പറഞ്ഞത് കേട്ട് മന്ത്രി അങ്ങോട്ട് ഓടിച്ചെന്നു. അവിടെ കൂനൻ തല കീഴായി തൂങ്ങിക്കിടന്നിരുന്നു. ഇത് നീയാണോ? മന്ത്രി ചോദിച്ചു. കൂനൻ മിണ്ടിയില്ല. ഭൂതം വീണ്ടും വന്ന് എന്ന് അവൻ കരുതി. ആ സമയം നേരം പുലരുന്നത് കണ്ട് ഷഹറസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി അവർ കഥ തുടർന്നു. ഭൂതം വീണ്ടും വന്നെന്ന് കരുതിയാണ് ഭയന്ന് വിറച്ച കൂനൻ മിണ്ടാതിരുന്നത്. അപ്പോൾ ഷംസുദ്ദീൻ ദേഷ്യപ്പെട്ടു. എടാ, നിന്നോടാണ് ചോദിച്ചത്. നിനക്കെന്താ ചെവി കേട്ടുകൂടെ? ഭൂതത്താനെ, എന്നോട് ക്ഷമിക്കണേ. എന്നെ ഉപദ്രവിക്കല്ലേ. രാത്രി മുഴുവൻ ഞാൻ ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. നീ പിച്ചും പേയും പുലമ്പുന്നത് എന്തിന്? ഞാൻ ഭൂതമൊന്നുമല്ല, നിന്റെ പെണ്ണിൻ്റെ തന്തയാണ്. അതോടെ കൂനൻ നെടുവീർപ്പിട്ടു. എങ്കിൽ എനിക്ക് നിങ്ങളെ കാണണ്ട. നിങ്ങളുടെ മകളുടെ കാമുകൻ മനുഷ്യനല്ല, പോത്തും കഴുതയും എലിയുമൊക്കെയാണ്. ഭൂതം വരാറായി, ഓടിക്കോ. നീ ഇങ്ങടുത്തു വാ, ഭ്രാന്തനെ പോലെ പുലമ്പാതെ. എനിക്ക് ഭ്രാന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭൂതം പറയാതെ ഇവിടെ നിന്ന് മാറില്ല. നേരം പുലരുന്നത് വരെ പുറത്തിറങ്ങരുതെന്ന് ഭൂതം പറഞ്ഞിട്ടുണ്ട്. നേരം പുലർന്നോ എന്ന് നോക്കട്ടെ. മന്ത്രിക്കൊന്നും മനസ്സിലായില്ല. ഏത് ഭൂതത്തിൻ്റെ കാര്യമാണ് നീ പറയുന്നത്? ഭൂതം പല രൂപത്തിൽ വന്നതും തന്നെ തലക്കീഴായി കെട്ടിത്തൂക്കിയതും അവൻ വിസ്തരിച്ചു പറഞ്ഞു. ഷംസുദ്ദീൻ അവനെ ബന്ധന വിമുക്തനാക്കി. താനും തൻ്റെ മോളും നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് കൂനെ നിലവിളിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ചെന്ന് സുൽത്താൻ്റെ കാൽക്കൽ വീണു. ഷംസുദ്ദീൻ മകളോട് കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചു. വിശേഷിച്ചൊന്നും ഉണ്ടായില്ല. മകൾ പറഞ്ഞു, വിവാഹഘോഷവേളയിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ആ യുവകോമളൻ രാത്രി മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അയാളിൽ നിന്ന് ഞാൻ ഗർഭം ധരിച്ചെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതിന് തെളിവുണ്ട്. കസേരയിൽ അയാളുടെ തലപ്പാവിരിക്കുന്നു. കാലുറ കട്ടിലിലുണ്ട്. കാലുറയ്ക്കടിയിൽ എന്തോ ഒളിച്ചു വയ്ക്കുന്നതും ഞാൻ കണ്ടു. മന്ത്രി തലപ്പാവ് കയ്യിലെടുത്തു. ഇത് ബസ്രയിലെ മന്ത്രിമാർ ധരിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞ് വിശദമായി പരിശോധിച്ചു. അതിനുള്ളിൽ തുന്നിച്ചേർത്തിരുന്ന തുണിയിൽ പൊതിഞ്ഞ കത്ത് പുറത്തെടുത്തു. കാലുറയ്ക്കടിയിലിരുന്ന പണസഞ്ചിയിൽ 1000 ദിനാർ ഉണ്ടായിരുന്നു. ബസ്രയിലെ വ്യാപാരിയായ ഞാൻ ബസ്രയിലെ മന്ത്രി ഹസൻ ബദറുദ്ദീന് ഒരു കപ്പൽ ചരക്കിൻ്റെ വിലയായി 1000 ദിനാർ കൊടുത്തു എന്ന കുറിപ്പ് കണ്ടു. അത് വായിച്ച ഷംസുദ്ദീൻ അറിയാതെ നിലവിളിച്ചുപോയി. സ്വയം നിയന്ത്രിച്ച് വിറയ്ക്കുന്ന വിരലുകളോടെ തലപ്പാവിൽ സൂക്ഷിച്ചിരുന്ന കത്ത് തുറന്നു. സഹോദരൻ്റെ കയ്യക്ഷരം തിരിച്ചറിഞ്ഞ ഷംസുദ്ദീൻ നെഞ്ചത്തടിച്ച് കരഞ്ഞു. അയ്യോ പാവം, എൻ്റെ സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പ്. ദുഃഖം തെല്ലൊന്ന് ശമിച്ചപ്പോൾ ഷംസുദ്ദീൻ മകളോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ നിശ്ചയം അതാണ് മോളെ. ഇന്നലെ രാത്രി നിന്നോടൊപ്പം ഉണ്ടായിരുന്നത് ആരെന്നറിയാമോ? എൻ്റെ സഹോദരൻ നൂറുദ്ദീൻ്റെ മകനാണത്, ഹസൻ ബദറുദ്ദീൻ. ഈ 1000 ദിനാർ നിനക്ക് കിട്ടിയ സ്ത്രീധനമാണ്. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ? കാത്തിരുന്നോളൂ, ഞാൻ വരാം ബാക്കി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ പറയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ.